ഞാൻ ദിലീപിനെ ഡ്യൂപ്പ് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞിക്കൂനലിൽ ഫൈറ്റ് സീക്വൻസിൽ എനിക്കതിൻ്റെ സജഷനൊക്കെ വെച്ച് തന്നപ്പോഴേക്കും ആ വിഗും ആ പല്ലൊക്കെ വെച്ചിട്ട് എന്നെ നിർത്തിയിട്ട് എൻ്റെ സജഷനിൽ നിന്നൊക്കെ തന്നെ ഡ്യൂപ്പ് ഷോട്ട് അങ്ങനെയൊക്കെ ചെയ്തു. ദിലീപും മഞ്ജുവും അഭിനയിച്ച ഈ സ്കിറ്റുകളൊക്കെ ഉണ്ട്. അതായത് ഈ സ്റ്റേജിന് അത് ഞാൻ വോയിസ് കൊടുത്തതാണ്. അല്ല അറിയാം, അവൻ ചെയ്യുന്ന സ്ലാങ് അറിയാം, വോയിസ് അറിയാം. റിമീനെ ഇതുപോലെ ക്യാമറയുടെ മുമ്പിൽ ഫസ്റ്റ് നമ്മുടെ ചാനൽ, അതിനിടയിൽ ഇവിടെ അറ്റൻഡ് ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് അവളെങ്ങനെ കാണിക്കരുത്, എന്നെ കാണിച്ചാ ഞാൻ പറഞ്ഞു ആൾക്കാർ കാണൂല്ലോ ഇത്, അയ്യോ ഇത് കാണിക്കൂലേ. അത്ര ആ ഇന്നസെൻസ് അവൾക്ക് അന്നുണ്ടായിരുന്നു. അത് ഒരു സാധനമുണ്ട്, അത് ഈ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് റോക്കറ്റ് മേളിലേക്ക് പോകും, പക്ഷെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അവിടെ തന്നെ ഉണ്ടാവില്ല. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് ആദർശിക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ടർ എന്നുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ആക്ടറായിട്ടുള്ള ഒരാൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ഗുഡ് പരിപാടിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആക്ട് ചെയ്തിട്ട് വന്ന് ഡയറക്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ആദർശിക്ക നോക്കുകയാണെങ്കിലും എത്രയോ വർഷമായിട്ട്, അല്ലെങ്കിൽ ആക്ടിങ് ആണെങ്കിലും പണ്ടത്തെ ഒരുപാട് സിനിമകൾ, എത്രയോ സിനിമകൾ ഇപ്പോഴും നമുക്ക് റീവാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചിരിക്കുന്ന സിനിമകൾ. എനിക്കൊന്ന് ഏഴരക്കൂട്ടം അല്ല, ഞാൻ പറഞ്ഞ അന്ന് കുറേ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ, അതായത് ത്രൂ ഔട്ട് ഉണ്ട്, പക്ഷെ എന്നാലും അങ്ങനെ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല, അങ്ങനെ പറയുന്ന സംഭവങ്ങളാണ്. കാരണം ഞാനൊരു പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ, പടത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, അതിനകത്ത് 2 ടീമിൻ്റെ മക്കളായിട്ട് കുറേ പേരുണ്ട്, 5-10 ടീം. അതിനിടയിൽ ഒരു പത്രക്കാരൻ ഇതുപോലെ വന്നിട്ട് എൻ്റെ അടുത്ത് വെച്ചു. അപ്പോൾ ഞാനവിടെ ഒരു വരാന്തയിൽ ഇരിക്കുകയാണ്, ഒരു തൂണിൽ ചാരിയിരിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണ് ഇതിലെ കഥാപാത്രം? ഞാൻ പറഞ്ഞു, ശക്തമായിട്ടുള്ള കഥാപാത്രമാണ് ഞാൻ ഈ പടത്തിൽ ചെയ്യണത്. എന്താണ്? ഞാൻ പറഞ്ഞു, ഒരു ഊമയായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു. അതല്ലേ ഊമയായിട്ട്. അപ്പോഴേക്കും ബാക്കിൽ നിന്ന് ആ തൂണിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു തല. നാദർഷ ഈ പടത്തിൽ ഊമയായിട്ടാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. ആര് പറഞ്ഞു നാദർഷ ഊമയായിട്ടാണെന്ന്? ഞാൻ പറഞ്ഞു, 5 ദിവസം ഞാൻ അഭിനയിക്കണം, ഒരു ഡയലോഗും പറഞ്ഞിട്ടില്ല. അത് കാരണം നമ്മൾ തന്നെ ഫിക്സ് ചെയ്താണ്. അവർ കേട്ടോട്ടെ അല്ലേ? അല്ല, അത് കേൾക്കുമെന്ന് വിചാരിച്ചല്ല, ഞാനിവിടെ ഇതിൽ പറഞ്ഞു. അപ്പോൾ പുള്ളി ഊമയായിട്ടാണ് അഭിനയിക്കുന്നത്. ഞാൻ പറഞ്ഞു, അല്ല 5 ദിവസമായിട്ട് ഡയലോഗൊന്നും ഉണ്ടായില്ല, തന്നെ തോന്നിയാണ്. ശരി, ഇനി ഈ പടത്തിൽ ഊമയായിരിക്കും. അപ്പൊ പറയണ്ടായിരുന്നു തോന്നിയായിരുന്നു അല്ലേ? പക്ഷെ ആ സമയത്താണെങ്കിൽ ഇപ്പൊ ദിലീപ് ഏട്ടന്, ആദർശിക്ക, നിങ്ങളൊരു ടീം ഉണ്ടായിരുന്നില്ല അല്ലേ? അതെ, ആ ടൈമിൽ നിങ്ങളൊരു വളരെ യങ് ഏജ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ്, ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആദർശിക്ക, ദിലീപ് ഏട്ടനൊക്കെ ഏകദേശം സെയിം. ഇപ്പോൾ ആ ഒരു ഫേസ് കട്ടൊക്കെ ആണല്ലോ, ആ ടൈമിലൊക്കെ വളരെ സിമിലർ ആണ്. ഞാൻ ദിലീപിനെ ഡ്യൂപ്പ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിക്കൂനലിൽ. ഓക്കെ. ദിലീപ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലൊക്കേഷനിൽ ഏതൊരു ഗൾഫ് ഷോയുടെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും അവിടെ ചെന്ന സമയത്ത് ലാൽ ജോസൊക്കെ ഞങ്ങൾ ആണ് അപ്പോൾ പോകുന്നത്. അപ്പോൾ ദിലീപും ഞങ്ങൾക്ക് അവിടെ പോകുന്നൊരു ഷോയുടെ കാര്യം പറയാൻ വേണ്ടി ഞാനവിടെ ചെന്നപ്പോൾ തൊടുപുഴ ഷൂട്ടിംഗ് എടുക്കുക. അവിടെ ചെന്നപ്പോൾ ഭയങ്കര കൂലങ്കഷമായിട്ട് ഇപ്പോൾ ഇതായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിലീപ് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴാണ് പറഞ്ഞാണ് അങ്ങനെ. അപ്പോൾ ശശങ്കരേട്ടനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞാണ് അത്. അപ്പോൾ ഈ റഷ് അടിച്ച് കാണുമല്ലോ, ഞാൻ പറഞ്ഞാണ് അത് അയാൾ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോഡി ഓക്കെ അല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് കുറച്ച് ഫൈറ്റിൻ്റെ സീക്വൻസാണ്. അതിനകത്ത് ദിലീപ് ഡബിൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞിക്കുന്ന ദിലീപിൻ്റെ അത് പൊങ്ങിയ പല്ലും മറ്റേ വിഗും സാധനങ്ങളൊക്കെ വെച്ച് കുറ്റിമുടിയും. അപ്പോഴേക്കും ദിലീപ് കുറച്ച് ഇപ്പോൾ അത് ഞാൻ പറയാം, അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് എടാ നീ ഡ്യൂപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എന്നാ? ഞാൻ പറഞ്ഞാൽ നാളെ എനിക്ക് പോകണം, ഞാൻ ദുബായിക്ക് പോകും ഷോയ്ക്ക്. ആണോ, ഇന്ന് രാത്രി ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാൽ ഇന്നാണെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല. അങ്ങനെ അന്ന് ഫുൾ സെറ്റപ്പ് ചെയ്തിട്ട് ഫൈറ്റ് സീക്വൻസിൽ എനിക്കതിൻ്റെ സജഷനൊക്കെ വെച്ച് തന്നപ്പോഴേക്കും ആ വിഗും ആ പല്ലൊക്കെ വെച്ചിട്ട് എന്നെ നിർത്തിയിട്ട് എൻ്റെ സജഷനിൽ നിന്നൊക്കെ തന്നെ ഡ്യൂപ്പ് ഷോട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ സാധനത്തിൽ ഇങ്ങനെ. അപ്പോൾ ബോഡി ലാംഗ്വേജ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഇതിനനുസരിച്ചിട്ട് ആ ഒരു ബ്രദേഴ്സ് ലൈക്ക് അങ്ങനെ പോകുന്നൊരു ഇതുണ്ട്. പലപ്പോഴും ബോഡി ലാംഗ്വേജ് സംസാരം. ദിലീപ് പോയ ഷോയ്ക്ക് അന്നത്തെ ട്രെയിലറിനൊക്കെ ഞാനാണ് ഡബ് ചെയ്തേക്കുന്നത് ദിലീപിന്.
വോയിസിൽ അറിയില്ലായിരുന്നു. പല പല സ്കിറ്റുകളിലും അന്നത്തെ പല മിമിക്രി സ്കിറ്റുകൾ കാര്യങ്ങൾ ദിലീപും മഞ്ജുവും അഭിനയിച്ച ഈ സ്കിറ്റുകളൊക്കെ അതായത് ഈ സ്റ്റേജിന് വേണ്ടി ഷോസ് അതിന് ഞാൻ വോയിസ് കൊടുത്താണ് ദിലീപ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിലേക്ക് ആ ഒരു വൈബായിരിക്കും, ആ ഒരു അല്ല അറിയാം അവൻ ചെയ്യുന്ന സ്ലാങ് അറിയാം, വോയിസ് അറിയാം. അപ്പം അതിൻ്റെ ഈവൻ ആ ലുക്സൊക്കെ ആ ടൈമിൽ സെയിം ആയിരുന്നല്ലോ. അതെ അതെ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞ അപ്പോൾ പ്രൊഫൈൽ ആണെങ്കിൽ പോലും ക്യാമറ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ ഡിജിറ്റൽ യുഗമല്ലല്ലോ. എന്നാൽ പോലും അറിയാത്ത മറ്റുള്ള റിസംബിൾസ് ഉണ്ടായിരുന്നു സാർ. അന്ന് എന്തൊക്കെ സ്റ്റേജ് ഷോസിൽ എന്തൊക്കെ പരിപാടികൾ. അത് മാറാൻ വേണ്ടി ഞാൻ താടി വെച്ച് തുടങ്ങി. ഓഹോ, അപ്പോൾ ഇപ്പോൾ ദിലീപേട്ടനും താടിയുണ്ട്. അയ്യോ സുഹിത്തേട്ടാ, അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു ഒരു ഒരു ചീഫ് DOP അല്ലെങ്കിൽ ഡയറക്ടറുമാണ് DOP എന്ന് പറയുമ്പോൾ നമ്മൾ ചില സിനിമകൾ ഇപ്പോൾ അന്യഭാഷ ആയിക്കോട്ടെ ചില സിനിമകൾ നമ്മളായിട്ട് കാണുമ്പോൾ അത് എൻജോയ് ചെയ്യാൻ പറ്റാതെയായിട്ട് വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കുന്നത് കാണുമ്പോൾ അപ്പോൾ നമ്മൾ ചിലപ്പോൾ അതിൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ ഒരു കാര്യത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു വ്യക്തി, പ്രോ എന്നതിലുപരി ഞാൻ വാക്കെടുക്കുന്നു പറയുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളൊരു കാര്യം നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ അതിനെ അസസ് ചെയ്യും. അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റാതായിട്ട് വന്നിട്ടുണ്ടോ സിനിമകൾ കാണുമ്പോൾ? മറ്റ് ഭാഷകൾ കാണുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളതിനെ ഒരു സിനിമ മനസ്സിലാക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കുന്നില്ല. ആ സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടാതിരിക്കുന്നു, അതിൻ്റെ കണ്ടന്റ് വൈസ് ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടാതിരിക്കുന്നു. ടെക്നിക്കൽ വൈസ് നമുക്ക് അറിയാം, നമുക്കൊരു കുറച്ചൊരു 2 minutes അല്ലെങ്കിൽ 3 minutes കാണുമ്പോൾ കുറച്ച് ഷോർട്സ് കാണുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇത് നമുക്ക് നമ്മൾ ഏതിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം. അപ്പോൾ അത് കട്ട് ഓഫ് ചെയ്യുക, മറ്റത് കാണുക എന്നുള്ള പ്രോസസ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എല്ലാ സിനിമയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ തോന്നില്ല ഈ സിനിമോട്ടോഗ്രാഫി ആക്ച്വലി ഇത് ഇങ്ങനെയായിരുന്നു. ഞാനതാ പറഞ്ഞത്, അതായത് ചില സാധനങ്ങൾ നമുക്ക് കാണുമ്പോൾ 1, 2, 3 ഷോട്ട് കഴിയുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇത് കട്ട് ഓഫ് ചെയ്യണം. അപ്പോൾ അത് ചിലപ്പോൾ മ്യൂസിക് ആവാം, മ്യൂസിക് കട്ട് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കര നമുക്ക് അനോയിങ് ആയിരിക്കും പല സാധനങ്ങളും. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് ഈ ചോദ്യം എനിക്ക് തോന്നുന്നത് ഞാൻ ഏതോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ നാഷണൽ അവാർഡ് കുറച്ച് മിസ്പ്ലേസ്ഡ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് യു ആസ്ക്ഡ്, റൈറ്റ്? ഇസ് ദാറ്റ് ഐ ജനറലി ആസ്ക്ഡ്, പക്ഷേ അതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി മധുരം എന്ന് പറയാം. അല്ലല്ല, സീരിയസ്ലി നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ അറിയാം അത് ഒട്ടും ജെനുവിൻ അല്ലാത്ത ഒരു പ്രോസസ്സിലായിരുന്നു അത് സംഭവിച്ചത്. ഒരിക്കലും അർഹതപ്പെട്ടൊരു സിനിമയോ അല്ലെങ്കിൽ ഒരിക്കലും അർഹതപ്പെട്ടൊരു പരിപാടിയോ ആയിരുന്നില്ല സംഭവിച്ചത്. ഞാൻ പറഞ്ഞില്ല അത്, പക്ഷേ അത് ആ തലത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതല്ലാതെ ഒരു സിനിമ ആസ്വാദനത്തിന് അതൊരു അത്തരം സിനിമാറ്റോഗ്രാഫിയോ അല്ലെങ്കിൽ അത്തരം സബ്ജക്റ്റുള്ള വിഷയമല്ല. നമുക്കിപ്പോൾ എല്ലാം നമ്മുടെ കൈത്തുമ്പിലും വിരൽത്തുമ്പിലും ഒക്കെയാണുള്ളത്. നമുക്ക് ഏത് സമയത്തും സ്വിച്ച് ഓഫ് ചെയ്ത് അപ്പുറത്ത് പോകും, സ്വിച്ച് ചെയ്ത് ഇപ്പുറത്ത് വരാം. അല്ലാതെ എല്ലാ സിനിമയും അങ്ങനെ ഒരു ഇതില്ല, അങ്ങനെ ഒരു പോസിബിലിറ്റി നമുക്കുണ്ട്. സോ വി ക്യാൻ യൂസ് ദാറ്റ്. പക്ഷേ അതുപോലെ തന്നെ ഇപ്പം ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞപ്പോൾ കിട്ടിയുള്ളൊരു ഒരു പീപ്പിൾ ലവ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണെങ്കിലും അവിടെ നിന്നാണെങ്കിലും ചിലപ്പോൾ ഓഫേഴ്സ് ആണെങ്കിലും കാര്യങ്ങളും ആണെങ്കിലും അതിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു, ലൈക്ക് ആഫ്റ്റർ ഇഫക്ട്, ദ ഇമ്പാക്ട് ആഫ്റ്റർ ദാറ്റ്? പീപ്പിൾസ് ലവ് അത് ഭയങ്കര വലുതായിരുന്നു. റിയാലിറ്റി ഷോ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ ആവുന്ന സമയത്ത് മോസ്റ്റ്ലി ഫാമിലി ഓഡിയൻസ് എല്ലാവരും കാണും. സോ അതിൻ്റെ ഒരു സ്നേഹം, റെക്കഗ്നീഷൻ എല്ലാം കിട്ടിയായിരുന്നു. അത് ഭയങ്കര ഹാപ്പിയാണ്. അത് തമിഴ്നാട് പോകുന്ന സമയത്ത് നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ആൻഡ് ചോയ്സസ് ലൈക്ക് ഓപ്പർച്യൂണിറ്റീസ് അതിൽ നിന്ന് വന്നു ഞാൻ പറയത്തില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് തന്നെ വേണം. ബട്ട് ഒരു ഫേസ് വാല്യൂ അവിടെ നമുക്ക് ഇത് അക്ഷയ ആണെന്നുള്ള ഒരു ഫേസ് വാല്യൂ ബിഗ് ബോസ് എന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പാട്ട് ഇറങ്ങിയില്ലേ അക്ഷയുടെ ഡാൻസിന്റെ വീഡിയോ, അതിന്റെ അടിയിൽ കുറെ പേര് കമന്റ്സിലൊക്കെ കണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് വേറൊരു കാര്യം ഫീൽ ചെയ്തത്, തമിഴ്നാട്ടിലുള്ള കുറച്ച് ആൾക്കാരെ ലൈക്ക് നമ്മുടെ ക്യാരക്ടറിനെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ എനിക്ക് അയച്ചു തന്നായിരുന്നു, സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പം ലാംഗ്വേജിൽ ഉപരി അവർ ആ പടം കാണുന്നതിനുള്ള ഇഷ്ടവും ആ എഫേർട്ടും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്രൂവിലുള്ള നിറയെ പേര് ചോദിച്ചായിരുന്നു ചെന്നൈയിൽ റിലീസ് ഉണ്ടോ അല്ലെങ്കിൽ അവിടെ അറിയുന്നവരൊക്കെ ആയിട്ട്. ചെന്നൈ ലേറ്റ് ആപ്പോ അയ്യോ അല്ല അത് ഇതുവരെ ശരി ഇനിയൊന്ന് തമിഴിൽ എഴുതാൻ അറിയാമല്ലോ. ഇതുകൊണ്ട് അതിലേക്ക് ഇതാക്കാന്നല്ലേ. അതുപോലെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ദിലീപേട്ടൻ പറഞ്ഞൊരു കാര്യം, ഇപ്പം ബാലൻ വക്കീൽ എന്ന് പറയുന്ന മൂവിയിൽ അല്ല, അത് ദിലീപേട്ടൻ വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതിൽ നിന്ന് മാറിയൊരു ഇത്, അതായത് ഒരു സ്റ്റാമറിങ്ങിൻ്റെ ഇഷ്യൂ നാദർഷികയ്ക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രാക്ടീസ് കൊണ്ട് അത് ഓവർകം ചെയ്തൊരു കാര്യം, അതൊരു കണ്ടിന്യൂസ് പ്രാക്ടീസ് കൊണ്ടായിരുന്നു ഒന്നുമില്ല. അതൊരു സമയത്ത് മാറിപ്പോയതാണ്. അത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വിക്കൊന്നുമല്ലായിരുന്നു. ഒരു ചില സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ബോയ്സ് സ്കൂൾ ആണ് പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഗേൾസിനെ കാണുമ്പോൾ മാത്രം അല്ല, സത്യം സീരിയസ്ലി. അപ്പോൾ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ടൈമിങ് ഇങ്ങനെ
സംസാരിച്ച് തുടങ്ങാനായിട്ടൊരു ഡിലേ വരും. ആ ഡിലേ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഉണ്ട്. ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സെക്കൻഡ് നമ്മളൊന്ന് ആലോചിച്ചു പോകും. അപ്പോൾ അത് ഓവർകം ചെയ്യുന്നത് ചില ഡബ് ചെയ്യാൻ നേരത്ത് വെച്ചിട്ടുള്ള അത് അങ്ങനെ ഒരു ഓവറായിട്ട് വന്നിട്ടില്ല. പക്ഷെ ചില സമയത്തുള്ള ടൈമിങ് വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കോൺഷ്യസ് ഒരു വെറുതെ ചുമ്മാ കഴിച്ചിട്ട് അതുകൊണ്ടേ ഇങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങി. ചില അക്ഷരങ്ങളാണ് വെച്ചിട്ട് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ദിലീപായിട്ട് പറയാറുണ്ടായിരുന്നു. അവൻ ഈ വന്നിട്ട് നാട്ടുകാരുടെ അടുത്ത് മുഴുവനും അതാണ് ഇപ്പൊ സമാധാനമല്ലേ? ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിൽ പറയുമ്പോൾ സമാധാനമായോ? ഇറങ്ങിയായിരുന്നോ? അവൻ ചെന്നിട്ട് അവന് 8ാം ക്ലാസ് ഒരു വിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ അവൻ്റെ അടുത്ത് എടാ ഈ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നത്. അത് ഒബ്സർവേഷൻ ആരെങ്കിലും അടുത്തുനിന്ന് പഠിച്ചെന്ന് പറഞ്ഞപ്പോൾ പോരായിരുന്നു. വെറുതെ ഒരു ആവശ്യമില്ലാണ്ട് എൻ്റെ പേരുമ്പോൾ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്ത് ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടുണ്ടല്ലോ, എന്തും പറയാമെന്നുള്ളൊരു സാധനം. അത് അയ്യോ, അത് ചില സമയത്ത് ഫോൺ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കറിയാം. അതൊരു ഞാൻ പറയുന്നില്ല, അത് ഇനി അടുത്ത് നിങ്ങളത് വിറ്റ് കാശാക്കി. ഇല്ല, ഫോൺ ചെയ്തൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ എപ്പോഴാണ് അവർ മീറ്റ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ സ്പോട്ടിൽ അവരെ കാണുമ്പോൾ നമുക്കറിയാം ഒരു വൈബ് എന്താണ്, ആ ഒരു കോൺവെർസേഷൻ്റെ ഫ്ലോ ഭയങ്കര. ഇപ്പം ഏത് പാതിരാക്കും വിളിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. വെളുപ്പിന് 3:30-ക്കൊക്കെ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും എവിടെയെങ്കിലും ഇപ്പോൾ ഈ പടത്തിൻ്റെ തന്നെ നമ്മളുടെ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുന്നത് 3:30 വെളുപ്പിനൊക്കെ ആയിരിക്കും. വന്നു കഴിഞ്ഞാൽ അവർ കിടന്നൊരു അരമണിക്കൂർ ഇവൻ ഷൂട്ടിങ്ങിന് പോകാൻ 4:30-ക്കൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ വിളിക്കും. സമയം കാലമൊന്നും നോക്കൂല. വിളിച്ചിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് വിളിക്കാം. പക്ഷേ ഈ പാതിരക്ക് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് ആ സമയത്ത് വിളിച്ചിട്ടായിരിക്കും നാളെ നിനക്ക് എന്താ പരിപാടി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, ഇത് പറയാനായിരിക്കും ഈ വിളിക്കണതേ. അപ്പോൾ അപ്പോൾ പണ്ട് ശരിക്ക് അങ്ങനെ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുമെന്ന് പറയുന്നത് ചില്ലറ കാര്യമില്ലെന്നല്ല. ആ വൈബ് കിട്ടുക എന്ന് പറയുന്നതേ അതൊരു ഭയങ്കര പോസിറ്റീവ് പവറാണ്. അങ്ങനെ ഏത് സമയത്ത് വിളിച്ചാലും ഓൺ സ്പോട്ട് അതേ ഫ്ലോയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് അത് നമുക്ക് നമ്മൾ അറിഞ്ഞിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ടൈമൊന്നുമില്ല. ഞാൻ അതായത് ദിലീപ്, സലീംകുമാർ, കലാഭവൻ മണിയൊക്കെ ശരിക്കും ആക്ച്വലി ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വെച്ചാൽ വീഡിയോ കാസറ്റ്, ഓഡിയോ കാസറ്റിൽ മാത്രമല്ല, ദിലീപ് എൻ്റെ ഇന്ന് ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പണ്ട്. എൻ്റെ ആലുവയിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ബാക്കിൽ വന്നിട്ട് സ്റ്റേജിൻ്റെ ബാക്കിൽ വന്നിട്ട് ഓട്ടോഗ്രാഫ് വരുമെന്ന് ചോദിച്ചിട്ട് ഞാൻ വന്നിട്ട് സ്നേഹപൂർവ്വം നാദർഷ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ട് ഇവൻ തിരിച്ചു പോയപ്പോൾ ആലുവപ്പുഴ നീന്തി കിടന്നാണ് പോകേണ്ടി വന്നത്. അവന് വഞ്ചി കിട്ടിയില്ല. ആ പേപ്പർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ പൊത്തിലൊക്കെ വിളിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം വന്ന് എടുത്തെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടിപ്പോൾ കഴിഞ്ഞ ഏതൊരു സമയത്ത് നമ്മൾ തമ്മിലുള്ള ഇൻ്റർവ്യൂവിൽ പിന്നെ ഇത് പറഞ്ഞു, ഞാനന്ന് ഇവൻ്റെ ഇന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചിട്ട് ആ പൊത്തിൽ എന്ത് കാര്യത്തിനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് എന്തിൻ്റെ പ്രാന്തായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഈ പരിചയപ്പെടാൻ വേണ്ടിയിട്ടേ എറണാകുളത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ഫോണൊന്നും ഉണ്ടായില്ല, തന്നെ അടുത്ത വീട്ടിൽ ഫോൺ വരുമായിരുന്നു. അപ്പോൾ അവർ ഈ നമ്പർ എഴുതി വെക്കും വിളിക്കണ്ടേ. ആ നമ്പറൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ എറണാകുളത്ത് നോർത്തിൽ പോയി ഇറങ്ങുമ്പോൾ അവിടുത്തെ കോയിൻ ബൂത്തിലിട്ട് വിളിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ തിരിയണ സമയത്ത് ബാക്കിലൊരാൾ മുണ്ടായിരിക്കും എടുത്തിട്ട് ഞാൻ തിരിയുമ്പോൾ മടക്കി കുത്തഴിച്ചിട്ടിട്ട് നമസ്കാരം ഇങ്ങനെ അടിക്കും. ഇവനാണത് ദിലീപ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങനെ അതിവിനയം ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്തില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ എന്തായി എനിക്കൊരു മിമിക്രിക്ക് നിങ്ങളുടെ ട്രൂപ്പിൽ ഒരു ചാൻസ് ഞാൻ പറയാം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ സെൻറ്റ് പോൾസിൽ പ്രീ ഡിഗ്രി പഠിക്കുന്നു. ഇവൻ ഡിഗ്രി മഹാരാഷ്ട്രയിൽ 1 വർഷം സീനിയർ ദിലീപിൻ്റെ. പക്ഷേ ഞാൻ ജഡ്ജ് ചെയ്യാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ പോയി. ശരി. മഹാരാഷ്ട്രയിൽ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മിമിക്രിക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഇവ മത്സരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അവിടെ കോമ്പറ്റീഷൻ ഞാൻ നോക്കുമ്പോൾ എന്നെ സ്ഥിരം ഇങ്ങനെ വിഷ് ചെയ്യുന്ന ആൾ സ്റ്റേജിൽ. അന്ന് ഞാൻ ഫസ്റ്റ് പ്രൈസ് ഇയാൾക്കായിരുന്നു. അപ്പോൾ ദിലീപിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അന്ന് ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണോട്ടാന്ന് പറഞ്ഞു. ശരി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് തുടങ്ങിയ സൗഹൃദമാണ്. പിന്നെ ഒരുമിച്ച് പോയി. സെലിംകുമാറിന് പണ്ട് കണ്ണൂർ ഞങ്ങൾ ഇതുപോലെ ഗാനമേളയ്ക്ക് മിമിക്രിക്ക് പോയപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞ് ഞാൻ ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, നാദർഷ പറവൂരൊക്കെ ഗാനമേളയ്ക്ക് വരാറില്ലേ. ഞാൻ പറഞ്ഞു ഞാൻ പറവൂക്കാരനാണ്. ഞാൻ പറഞ്ഞു എന്താ പേര്? ഒരു സെലിംകുമാർ. ഞാൻ പറഞ്ഞു ഇവിടെ എന്താ ഇവിടെ ഈ ഇതില്ലേ വീട് വീടാന്തരം കയറിയിട്ട് ഇങ്ങനെ ഈ ഡോർ ടു ഡോർ എന്താ സാധനത്തിൻ്റെ കച്ചവടം അവൻ അത് അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തേ, ഞാനൊരു 10 രൂപയുടെ ടിക്കറ്റാണ്, ബാക്കിലാണ്. അപ്പോൾ ഫ്രണ്ടിലിരിക്കാനായിട്ടുള്ളൊരു
ഞാൻ പറഞ്ഞാൽ ഞാൻ ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി അവിടെ ഇരുന്ന് പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഇനി വണ്ടിയൊന്നും കിട്ടില്ല, അവിടെ സ്റ്റോപ്പിൽ ഇറക്കി വിടുമെന്ന് ചോദിച്ചു, സ്റ്റാൻഡിൽ. ഞാൻ പറഞ്ഞ ട്രൂപ്പിൻ്റെ വണ്ടി കയറിക്കോളാൻ പറഞ്ഞു. ശരി. അപ്പോൾ ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ വണ്ടിയിലാണെങ്കിൽ ഒരു 10 പേർക്ക് പോകുന്ന വണ്ടിയിൽ 12 പേരൊക്കെ അല്ലെങ്കിൽ തന്നെ ഉണ്ടാവും. ട്രാവലർ അതിൽ തന്നെ ഇങ്ങനെ തിങ്ങിയിരിക്കണത്. അപ്പോൾ ഇവന് ഞാൻ പറഞ്ഞ് അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് കയറ്റി. അപ്പോൾ എനിക്ക് അതിനുള്ള ഫ്രീഡം ഉള്ളതിൻ്റെ പേരിൽ ഞാൻ കയറ്റി കഴിയുമ്പോൾ തന്നെ കൂടെയുള്ള ആൾക്കാർക്ക് തന്നെ അതിങ്ങനെ നോക്കണ്ട്. ഒരു കാര്യമില്ല, കാരണം പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴാണ് ഇവരുടേതായ കലാപരിപാടികൾ വണ്ടിയിൽ അതിനൊക്കെ തടസ്സം നിർത്തി. അങ്ങനെ ഒരു സ്ട്രേഞ്ചർ അല്ലേ അങ്ങനെ അനുഭവം. പിന്നെ മണിയെ ഇൻ്റർവ്യൂ ചെയ്യണത്, ഗൾഫിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മണിയെ ഇൻ്റർവ്യൂ ചെയ്യണം. അപ്പോൾ എനിക്ക് ഇവരൊക്കെ ആയിട്ട് ഒരു ബന്ധമുണ്ട്. കാരണം റിമീനെ ആദ്യമായിട്ട് സ്റ്റേജിൽ ഏലൂർ അമ്പലപ്പറമ്പിൽ വന്ന് പാടണം കണ്ടിട്ട് ഞാൻ പറഞ്ഞ് ഒരു കുറിപ്പ് കൊടുത്തിട്ട് എന്നെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് റിമീനെ സ്റ്റേജിൽ ഫസ്റ്റ് നമ്മൾ പ്രൊഫഷണൽ ട്രൂപ്പിൽ പഠിക്കും. അപ്പോൾ അങ്ങനെ കുറേ കോട്ടയം നസീർ, ടിനി ഇവരെ ഫസ്റ്റ് റിമീനെ ഇതുപോലെ ക്യാമറയുടെ മുമ്പിൽ ഫസ്റ്റ് ഞാൻ നമ്മുടെ ചാനൽ കൈരളി ചാനലിൻ്റെ ഡുണ്ടുണ്ടും PPP എന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മൾ ട്രയൽ ഷൂട്ട് നടക്കൂലേ, ട്രയൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് സിംഗിൾ ക്യാമറയാണ്, ബാക്കിൽ ഗ്രീൻ മെറ്റലാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കടി നിൽക്കുന്നു. ഇടയ്ക്ക് ക്യാമറമാൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ക്യാമറമാൻ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവള് പറയാം എന്നൊക്കെ കോൾ അറ്റൻഡ് ചെയ്ത് ഡമ്മി കോൾസാണ് അറ്റൻഡ് ചെയ്യുന്നത്. അതിനിടയിൽ ഇവൾ അറ്റൻഡ് ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് മോളെങ്ങനെ കാണിക്കരുത്, എന്നാ കാണിച്ചാൽ ഞാൻ പറഞ്ഞു ആൾക്കാർ കാണൂല്ലോ ഇത്, അയ്യോ ഇത് കാണിക്കൂലേ. അത്ര ആ ഇന്നസെൻസ് അവൾക്ക് അന്നുണ്ടായിരുന്നു. അതാണ് അതിനൊക്കെ ചാമിങ് ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു തന്നത് ഇവരെല്ലാവരും പിന്നീട് ഉയരങ്ങളിലേക്ക് നമ്മൾ കണ്ടു നിൽക്കുന്ന നോക്കി നിൽക്കുന്ന വഴി തന്നെ വളർന്നു പോവുകയാണ്. അതെ. അപ്പോൾ ഡയറക്ടർ സിദ്ദിഖ ഒരു ഞങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞ പരിപാടിയിൽ ചോദിച്ചു, സലീം കുമാർ നിൽക്കുന്നുണ്ട്, നാദർഷ ഇൻട്രൊഡ്യൂസ് ചെയ്തവർ അല്ലെങ്കിൽ നാദർഷ എല്ലാവരും ഭയങ്കരമായിട്ട് കയറിപ്പോകുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഹൈറ്റിൽ പോകുന്നുണ്ട്. പക്ഷെ നാദർഷ അപ്പോഴും ആ വന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചപ്പോൾ സലീം കുമാർ അത് ഒരു സാധനമുണ്ട്, അത് ഈ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് റോക്കറ്റ് മേളിലേക്ക് പോകും, പക്ഷെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം അവിടെ തന്നെ ഉണ്ടാവില്ല, അത് പൊങ്ങി മേളിലേക്ക് പോകുന്നല്ലോ, അവിടുന്ന് പിന്നെ റോക്കറ്റ് വിടാനുള്ളതല്ലേ. എല്ലാ റോക്കറ്റ്സ് അതുവഴി തന്നെ പോകുന്നു, നമ്മളാണല്ലോ അവിടുന്ന് പിന്നെ റോക്കറ്റ് വിടാനുള്ളതല്ലേ. തുമ്പ അവിടെ തന്നെ സ്പോട്ട് സംഭവങ്ങൾ. അല്ല, അതൊക്കെ പറയാനുള്ള ഫ്രീഡം ഉള്ള സുഹൃത്തുക്കളല്ലേ. 16 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഫാദർ മരിച്ചത്. അപ്പോൾ അതിന് താഴേക്കുള്ള ബ്രദേഴ്സാണ്. അപ്പോൾ ഇവരെല്ലാവരെയും ഞാനാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു സീനിയോറിറ്റി അല്ല, അതിൻ്റെ ഒരു മെച്യൂരിറ്റി അവരുടെ അടുത്ത് അവരെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയുള്ള ആഡ് ഓൺ ചെയ്ത ഒരു ഫാദറിൻ്റെ സ്ഥാനത്ത് നിന്ന് ഉള്ളൊരു മൈൻഡ് സെറ്റായി പോയി. അതുകൊണ്ടാണ് അവരുടെ അടുത്ത് അങ്ങനെ കമ്പനി. ആ സമയം ഒരുപക്ഷെ ഫാദർ ഒരു 10-12 വർഷം അല്ലെങ്കിൽ 15 വർഷം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വളർച്ചയിൽ അവർ ഫ്രണ്ട്സ് ആയേനെ. അത് ഇതായേനെ. അവർക്കും ആ ഗ്യാപ്പ് വന്നു. ചേട്ടൻ എന്ന് പറയുന്ന സ്ഥാനത്തല്ല, ഫാദറിൻ്റെ സ്ഥാനത്താണ്. പക്ഷെ അത് ആ കുറവ് തീർത്തൻ്റെ മക്കളൊക്കെയാണ്. മക്കൾക്ക് അങ്ങനെ ഫാദറാണെന്നൊരു തോന്നലേ ഇല്ല. അവര് ചില സമയത്ത് മോള് വയ്ക്കും, എടാ നോക്കി ഒന്ന് തീപ്പിരി ഇളയത് വന്നിട്ട്, അതെ നീ എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യൂ പോണ വഴി. ഇപ്പോഴുള്ള പിള്ളേരെല്ലാം അത് തന്നെ ചെയ്യും. ഒരു പടിക്ക് അതും ഇഷ്ടമാണ്, നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇത്ര തോന്നില്ല. വൈഫ് വന്നിട്ട് പറയും, ആദ്യമൊക്കെ പറയായിരുന്നു അങ്ങനെ, ഞാൻ പറഞ്ഞ അങ്ങനെ പറയട്ടെ, ഒന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവരുടെ മനസ്സിൽ നമ്മൾ പിന്നെ അവർക്കൊരു ബ്രദർലി ഭയങ്കര ഫ്രണ്ട്ലി അഫെക്ഷൻ ആണ് ഇപ്പോൾ ഉള്ള പിള്ളേർ. പൂജ പറയൂ. വെയിറ്റ് ചെയ്യണ്ട. പറയൂ. വളരെ അതാണ്, നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏത് സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണെങ്കിലും ചിലപ്പോൾ സിനിമ ഭയങ്കര സിനിമയാവണമെന്നൊന്നുമില്ല. മീൻസ് അങ്ങനെ അല്ലാത്ത സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവരും പറയും ഹിറ്റ് സിനിമയിൽ അഭിനയിക്കുന്നു, അങ്ങനെയല്ല, അല്ലാത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഇത് നമുക്ക് ഇഷ്ടമായിട്ട് ചെയ്യുന്ന തൊഴിലാണല്ലോ.
അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഈ ജോലി ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം. അത് ഇതിൽ ഉണ്ടായിട്ടുണ്ട്, വലിയ ഫാക്ടർ. യെസ്. ഹലോ ആകാശ്, എന്തെങ്കിലും വിശേഷം? അതെ, ഫസ്റ്റ് ഞങ്ങൾ സംസാരിച്ചു പറഞ്ഞു ബ്രോ ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ഇരിക്കുക എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. പറയൂ എന്തുണ്ട് ആസ് എ റൈറ്റർ? ഭയങ്കര ഹാപ്പിയാണ്. സിനിമ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതെ, പ്രതീക്ഷ പോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.